തിരുവല്ലാമല വില്ലുവാതിരിനാഥ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ പ്രധാന കൗണ്ടർ പൊളിച്ച് 1 ലക്ഷം രൂപ കവർന്നു. കരുവന്നൂർ വലിയ പാലത്തിൽ സുരക്ഷാ വേലി സ്ഥാപിച്ചു തുടങ്ങി. വലിയ പാലത്തിന്റെ മുകളിൽ നിന്നും ചാടിയ ആത്മഹത്യകൾ പതിവായതിനെ തുടർന്നാണ് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നത്. വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മുകളിലേക്ക് മരം വീണ് ഗർഭിണിയായ യുവതിക്ക് പരിക്കേറ്റു. 3 വയസ്സുള്ള കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുത്തൂർ പുത്തൻകാട് മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ നിരക്ക് പുതുക്കി. 1 ലിറ്റർ പാൽപ്പായസത്തിന് 200 രൂപയാക്കി. വടക്കാഞ്ചേരി വാഴക്കൂട് നടുറോഡിൽ നിലയുറപ്പിച്ച് കാട്ടാന. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പടക്കം പൊട്ടിച്ചും തീപ്പന്തം കാണിച്ചും ആനയെ തുരത്തി. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തിരുവല്ലാമല വില്ലുവാതിരിനാഥ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ നാലമ്പലത്തിന്റെ ഓടുമാറ്റി അകത്ത് കയറിയ മോഷ്ടാവ് പ്രധാന കൗണ്ടർ പൊളിച്ചാണ് പണം കവർന്നത്. രാവിലെ ക്ഷേത്രത്തിൽ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തിലധികം രൂപ മോഷണം പോയതായി ദേവസ്വം മാനേജർ മനോജ് കെ നായർ പഴയന്നൂർ പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. പഴയന്നൂർ SI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഏറെ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ക്ഷേത്രത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാത്തത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. കരുവന്നൂർ വലിയ പാലത്തിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. നിരവധി പേർ കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നത്. പാലത്തിന് മുകളിൽ സുരക്ഷാ വേലികൾ സ്ഥാപിച്ച് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥലം MLAയും മന്ത്രിയുമായ ഡോക്ടർ R. ബിന്ദു സുരക്ഷാ വേലി സ്ഥാപിക്കുന്നതിനായി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും സംസ്ഥാനപാതയിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾക്കായി റോഡും പാലവും KSTPക്ക് കൈമാറിയതിനെ തുടർന്നുള്ള സാങ്കേതിക തടസ്സം മൂലം സുരക്ഷാ വേലി സ്ഥാപിക്കൽ നീണ്ടുപോകുകയായിരുന്നു. 9 അടി ഉയരത്തിൽ പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും മറയ്ക്കുന്ന തരത്തിലാണ് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പടിഞ്ഞാറ് വശത്തുള്ള കൈവരികളിലാണ് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നത്. ഇതിനുശേഷം ഉടൻ തന്നെ കിഴക്ക് വശത്തും ഇത്തരത്തിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കും. ഏതാനും നാളുകൾക്കിടയിൽ 8ഓളം പേരാണ് കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുള്ളത്. വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മുകളിലേക്ക് മരം വീണ് ഗർഭിണിയായ യുവതിക്ക് പരിക്കേറ്റു. കുളമ്പിൽ പടിഞ്ഞാക്കര അൻസാർ ഭാര്യ മുബ്ഷിറയ്ക്കാണ് പരിക്കേറ്റത്. കൂടെയുണ്ടായിരുന്ന 3 വയസ്സുള്ള കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിൽ വീടിന്റെ സമീപത്തുണ്ടായിരുന്ന മരമാണ് വീണത്. വീടിനകത്തുണ്ടായിരുന്ന മുബഷിറയുടെ ദേഹത്തേക്ക് ഓടും മരവും വീഴുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിൻ്റെ ഒരു സൈഡ് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. വീടിനകത്തുള്ള അൻസാറിൻ്റെ ഭാര്യ മുബഷിറ 24 വയസ്സാണ്. ആ കുട്ടി ഗർഭിണിയാണ്, 6 മാസ ഗർഭിണിയാണ്. സാരമായ പരിക്കുകളുണ്ട്. തലയ്ക്കും ശരീരഭാഗത്തിലും മുഴുവൻ ഓടുകൾ വീണ് സാരമായ പരിക്കുകളുണ്ട്. ഇപ്പോൾ ഒറ്റപ്പാലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുത്തൂർ പുത്തൻകാട് ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണു. മാന്നാമംഗലം പുത്തൂർ റൂട്ടിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ നിരക്ക് പുതുക്കി. 1 ലിറ്റർ പാൽപ്പായസത്തിന് 200 രൂപയാക്കി. നെയ്പായസം ലിറ്ററിന് 400 രൂപയാക്കി ഉയർത്തി. ശർക്കര പായസം, പാലട പ്രഥമൻ, ത്രിമധുരം, അട, വെള്ളനിവേദ്യം, അവൽ തുടങ്ങിയ വഴിപാടുകൾക്കും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പത്തുകാർ വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ വിലയും പ്രവൃത്തി ചെലവും കൂടിയ സാഹചര്യത്തിലാണ് നിരക്ക് പുതുക്കിയതെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. വടക്കാഞ്ചേരി വാഴക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. വാഴക്കോട് കാർ ഷോറൂമുകൾക്കിടയിലൂടെ റോഡിന് എതിർവശത്തുള്ള വീട്ടിലേക്ക് ആന പോകുന്ന ദൃശ്യങ്ങളാണ് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. വീടിന് പുറകിലെ വാഴയും തെങ്ങിൻ തൈകളും കാട്ടാന നശിപ്പിച്ചു. പോലീസ് സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പടക്കം പൊട്ടിച്ചും തീപ്പന്തം കാണിച്ചുമാണ് ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് ആനയിറങ്ങി വാഴകളും തെങ്ങിൻ തൈകളും നശിപ്പിച്ചിരുന്നു. നേരത്തെ കാട്ടാനയെ കൊന്ന് കുഴിച്ചുമൂടിയ അതേ പ്രദേശത്താണ് വീണ്ടും കാട്ടാനയെത്തിയത്.
കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റിന്റെ വീട്ടിലെത്തിയ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വധഭീഷണി മുഴക്കിയതായി പരാതി. പാവറട്ടി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളാണ് വധഭീഷണിയോളം എത്തിയത്. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ പാവറട്ടി പോലീസിൽ പരാതി നൽകി. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ 8 പേരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി DCC അംഗീകരിച്ച് നൽകിയിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ചില ആളുകളുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് മറ്റൊരു പാനൽ ഉണ്ടാക്കി ഐക്യജനാധിപത്യ സഹകരണ മുന്നണി എന്ന പേരിൽ ഒരു വിഭാഗം മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റി DCC അംഗീകരിച്ച പാനലിലെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ വെച്ച് ഫ്ലക്സ് ബോർഡുകൾ വെച്ചിരുന്നു. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഈ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും മണ്ഡലം പ്രസിഡന്റിന്റെ വീട്ടിലെത്തി വയോധികയായ അമ്മയ്ക്ക് മുമ്പിൽ വധഭീഷണി മുഴക്കിയതായി പരാതിയിൽ പറയുന്നു. വീട്ടിലുണ്ടായിരുന്ന DCC സെക്രട്ടറി V. വേണുഗോപാലിനോട് അപമര്യാദയായി പെരുമാറുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതിയുണ്ട്. പാവറട്ടി മണ്ഡലം കമ്മിറ്റിയിൽ കോൺഗ്രസിനുള്ളിൽ രൂക്ഷമായ ഭിന്നതയാണ് നിലനിൽക്കുന്നത്. തുടർച്ചയായി UDF ഭരിക്കുന്ന പാവറട്ടി സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഞായറാഴ്ചയാണ്. BJP പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടി സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് പാവറട്ടി സെന്ററിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോടികളുടെ വ്യാജ ലോണുകളാണ് ഭരണസമിതി അംഗങ്ങൾ ബിനാമി പേരുകളിൽ എടുത്തിട്ടുള്ളതെന്നും തട്ടിപ്പ് പുറത്തു വരാതിരിക്കുവാനാണ് ഭരണസമിതി അംഗങ്ങൾ വീണ്ടും മത്സരിക്കുന്നതെന്നും BJP നേതാക്കൾ ആരോപിച്ചു. പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് സുജിത് പണ്ടാരിക്കൽ അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിൻ ജേക്കബ്, പ്രമോദ് ആനേടത്തിൽ, പ്രവീൺ പറങ്ങനാട്ട്, സബീഷ് മരുതിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ യുവാവിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊടുപുഴ വണ്ണപ്പുറം സ്വദേശി വേലംപറമ്പിൽ വീട്ടിൽ ജോബി ജോസിനെയാണ് കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കാട്ടൂർ കരാഞ്ചിറ സ്വദേശിയായ യുവതിക്ക് UK ജോലിക്കുള്ള വിസയും ഒപ്പം ഫാമിലി വിസയും വാഗ്ദാനം ചെയ്ത് 8 ലക്ഷത്തിലധികം രൂപ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് അറസ്റ്റ്. പ്രതി തൊടുപുഴ കേന്ദ്രീകരിച്ച് നടത്തിവന്നിരുന്ന കൊളംബസ് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. SIമാരായ ബാബു ജോർജ്, രമ്യ കാർത്തികേയൻ, സീനിയർ പോലീസ് ഓഫീസർ ശ്യാം തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ കൌൺസിലർമാരെ അപമാനിച്ച് സംസാരിച്ചതായി ആക്ഷേപം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കൌൺസിലർമാരുടെ മുൻപിൽ വെച്ച് സഭ്യമല്ലാത്ത വാക്കുകൾ കൌൺസിൽ യോഗത്തിൽ ചെയർമാൻ സംസാരിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വികസന പദ്ധതികൾ സംബന്ധിച്ച ചർച്ചകൾ പ്രതിപക്ഷ കൌൺസിലർമാർ നടത്തുമ്പോൾ മോശമായി അധിക്ഷേപിക്കുകയാണ് ചെയർമാൻ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഈ വർഷം പുതിയ പദ്ധതികൾ ഒന്നും തന്നെ തുടങ്ങാൻ ആവശ്യമായ ഫണ്ട് നഗരസഭയ്ക്കില്ലെന്നും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. PR അരവിന്ദാക്ഷന്റെ ലീവ് അപേക്ഷ പരിഗണിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ചു. നഗരസഭാ സെക്രട്ടറി മനഃപൂർവ്വം നഗരസഭാ ചെയർമാനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആ ലീവ് 6 മാസം നിങ്ങൾ അനുവദിച്ചത്. 6 മാസത്തെ ലീവ് കൊടുത്തൊരാള് പുതിയ ലീവിന് അപേക്ഷിക്കണമെങ്കിൽ ഈ കൗൺസിലിൽ വന്ന് ഒരു കൗൺസിലിൽ ഒപ്പിട്ടതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ. കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശം വിവാദമായി. കോൺഗ്രസ് നേതൃയോഗത്തിൽ നിന്ന് മണ്ഡലം പ്രസിഡന്റുമാർ ഇറങ്ങിപ്പോയി. കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തിനെതിരെ പ്രഖ്യാപിച്ച സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലാണ് വാക്കുതർക്കവും ഇറങ്ങിപ്പോക്കും നടന്നത്. കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് PV രമണനെതിരെയാണ് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ രമണൻ സംസാരിക്കുന്ന വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇന്ദിരാഭവനിൽ നടന്ന യോഗത്തിൽ രമണനെതിരെ പരാതി ഉയർന്നതോടെ വാക്കുതർക്കവും നടന്നു. രമണന്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് ചില നേതാക്കൾ വ്യക്തമാക്കി. തുടർന്ന് രമണനും മേത്തല മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പങ്കേത്തും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. വിവാദത്തെ തുടർന്ന് നഗരസഭയ്ക്കെതിരെയുള്ള സമരം മാറ്റിവെക്കാൻ നേതൃയോഗം തീരുമാനിച്ചു. കയ്പമംഗലം സ്വദേശികളായ സഹോദരങ്ങളെ കാപ്പ ചുമത്തി നാടുകടത്തി. നിരവധി കേസുകളിലെ പ്രതികളായ കയ്പമംഗലം ഡോക്ടർപടി സ്വദേശി അരവീട്ടിൽ ശരത്ലാൽ, ശ്യാംലാൽ എന്നിവരെയാണ് DIG അജിത ബീഗം 6 മാസത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി ഉത്തരവിട്ടത്. ട്രെയിൻ വരുന്നത് കണ്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് ചാടിയ കവർച്ചാ സംഘത്തിലെ പരിക്കേറ്റ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആസാം സ്വദേശി 26 വയസ്സുള്ള അബ്ദുൾ കലാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ട്രെയിൻ തട്ടിയതിനെ തുടർന്ന് കൈക്ക് പരിക്കേറ്റ ഇയാൾ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മുഹമ്മദ് സിറാജുൽ ഇസ്ലാം, ഗുൽജാർ ഹുസൈൻ, മുഹമ്മദ് മുസ്മിൽ ഹക്ക് എന്നിവരുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. നിധി കിട്ടിയ സ്വർണ്ണം വില കുറച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് നാദാപുരം സ്വദേശി ലെനീഷ്, സുഹൃത്ത് രാജേഷ് എന്നിവരിൽ നിന്നാണ് പ്രതികൾ 4 ലക്ഷം രൂപ തട്ടിയെടുത്തത്.
മുല്ലശ്ശേരി പെരുവല്ലൂർ ക്വാറി കവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറിയ സംഭവത്തിൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വെട്ടിച്ച് ജലനിരപ്പ് കുറയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ പറഞ്ഞു. സ്ഥിരം പ്രശ്നമായ ക്വാറിയും ഭൂമിയും ഏറ്റെടുത്ത് മറ്റ് ഉപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിക്കും. കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹായം തേടുവാനും പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് അറിയിച്ചു. കോൺഗ്രസ് പെരുവല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പെരുവല്ലൂരിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കരിങ്കൽ ക്വാറി നിറഞ്ഞു കവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറുകയും ഒരു വീട് തകർന്നു വീഴുകയും ചെയ്ത സംഭവത്തിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് അനാസ്ഥ കാണിക്കുന്നതായി ആരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ യോഗം നടത്തിയത്. പ്രതിഷേധ സമരം DCC സെക്രട്ടറി P.K. രാജൻ ഉദ്ഘാടനം ചെയ്തു. P.K. രവി അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് P.B. ഗിരീഷ്, സുനീതി അരുൺകുമാർ, A.S. അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. അന്നമനട പഞ്ചായത്തിന്റെ ബജറ്റിൽ കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ. അതിജീവനം, വികസനം, സംരക്ഷണം, പങ്കാളിത്തം എന്നിങ്ങനെ വിഭാഗങ്ങളായി തിരിച്ചാണ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മഞ്ജു സതീശൻ ബജറ്റ് അവതരിപ്പിച്ചത്. 4,7,88,000 രൂപയുടെ അടങ്കൽ വരുന്ന പദ്ധതികളാണ് ബജറ്റിൽ അവതരിപ്പിച്ചത്. അതിജീവനത്തിൽ കുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനാവശ്യമായ അന്തരീക്ഷം ഒരുക്കലാണ് ആദ്യം. കൂടാതെ കുട്ടികളുടെ വിളർച്ച പരിഹരിക്കൽ, ശുചിത്വ സൗകര്യം വർദ്ധിപ്പിക്കൽ, പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, പോഷകാഹാര വിതരണം, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പദ്ധതി, കലാകായിക മേഖലയിൽ പരിശീലനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വികസനത്തിൽ പഠന നിലവാരം മെച്ചപ്പെടുത്തൽ, ഉന്നത വിദ്യാഭ്യാസ സാഹചര്യം ഒരുക്കൽ തുടങ്ങിയവയ്ക്ക് ഫണ്ട് വകയിരുത്തി. സംരക്ഷണത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കൽ, കുട്ടികളുടെ മാനസികാരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പങ്കാളിത്തത്തിൽ കാർഷിക, അഭിരുചി, ആരോഗ്യം, അപകടമരണം എന്നിവയാണുള്ളത്. കുട്ടികളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ബാലസൗഹൃദ പദ്ധതി ആവിഷ്കരിക്കുന്ന ആദ്യ പഞ്ചായത്തായി അന്നമനട മാറിയെന്ന് പ്രസിഡന്റ് PV വിനോദ് പറഞ്ഞു. പ്രത്യേകിച്ച് കുട്ടികളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ ഒരു വർഷം ഏകദേശം 1,25,00,000 രൂപ വരെയുള്ള പദ്ധതികൾ അന്നമനട ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നുണ്ട്. ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിച്ച് 18 വയസ്സ് തികയുന്നവരെയുള്ള എല്ലാ സമഗ്രമായ പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. TCV മാള. ദേശീയപാത അമ്പലൂർ സിഗ്നൽ ജംഗ്ഷനിൽ 3 ലോറികൾ കൂട്ടിയിടിച്ചു. ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. സിഗ്നൽ കാത്തുകിടന്നിരുന്ന തടി ലോറിക്ക് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ തടി ലോറി മുൻപിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ചുകയറി. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാ സേനയെത്തി കണ്ടെയ്നർ ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. സാരമായി പരിക്കേറ്റ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഗ്യാസ് ടാങ്കർ ലോറി കാലിയായിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് CPM മുരിയാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി സെക്രട്ടറി BM മനോജ് കുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TG ശങ്കരനാരായണൻ, TM മോഹനൻ, അഡ്വക്കേറ്റ് KA മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിലെ കർഷകരുടെ സമരമായിരുന്നു. ആ കർഷകരുടെ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി പലവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ച BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് അവർ കർഷകർക്ക് കൊടുക്കുന്ന സമ്മാൻ നിധി 6,000 രൂപ. വെള്ളിക്കുളങ്ങര കൊടുങ്ങ റോഡിൽ രൂപപ്പെട്ട കുഴികൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്വാറി വേസ്റ്റ് ഇട്ട് മൂടി. കൊടുങ്ങ പള്ളി സ്റ്റോപ്പിന് സമീപം റോഡിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരുന്നത് സംബന്ധിച്ച് TCB നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വെള്ളിക്കുളങ്ങര പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി സജീവ് കുമാർ പൈങ്കേലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കുഴികൾ താൽക്കാലികമായി അടച്ചത്. നാട്ടുകാരനായ സിജോ വടക്കൻ കുഴികൾ അടയ്ക്കുവാനുള്ള ക്വാറി വേസ്റ്റ് സൗജന്യമായി എത്തിച്ചു നൽകി. സജീവ് കുമാർ പൈങ്കയിൽ, ജിൻസൺ ചുങ്കത്ത്, അലക്സ് എന്നിവർ നേതൃത്വം നൽകി. കേരളത്തെ പാടെ അവഗണിക്കുന്നതും തൊഴിലാളി വിരുദ്ധവും കർഷക വിരുദ്ധവുമായ കേന്ദ്ര ജനദ്രോഹ ബജറ്റിനെതിരെ CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി. CPI സംസ്ഥാന കൌൺസിൽ അംഗം KG ശിവാനന്ദൻ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, മഹിളാ സംഘം സെക്രട്ടറി സുമാ ശിവൻ, നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് BS ദിനൽ എന്നിവർ സംസാരിച്ചു.
കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന് ആരോപിച്ച് സിപിഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം സിപിഐ ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് പി മണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി NK ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KC ബിജു, സിപിഐ ടൗൺ ലോക്കൽ സെക്രട്ടറി KS പ്രസാദ്, സിപിഐ ജില്ലാ കൌൺസിൽ അംഗം അനിത രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം ജനുവരിയിൽ പൂർത്തിയാക്കും. NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ വിവിധ പദ്ധതികളുടെ പ്രവൃത്തികൾ വിലയിരുത്തി. 38 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നതായും ജനുവരി മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. ഗുരുവായൂർ KSRTC ഡിപ്പോ, ഗവൺമെന്റ് UP സ്കൂൾ, ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് MLA നിർദ്ദേശം നൽകി. മമ്മിയൂർ ഫ്ളൈ ഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചുവെന്നും വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുമെന്നും PWD ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. 5 കോടി രൂപ ചെലവിൽ നടത്തുന്ന ചേറ്റുവ കായലിലെ ഡ്രഡ്ജിംഗ് എത്രയും വേഗം ആരംഭിക്കുന്നതിന് MLA നിർദ്ദേശം നൽകി. ചാവക്കാട് റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ്, റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റംലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടിയിൽ റീച്ച് ഫോർ ദ സ്റ്റാഴ്സിന്റെ നേതൃത്വത്തിൽ NDA, NA, CDS, AFCAT വിദ്യാർത്ഥികൾക്കായി 2 ദിവസത്തെ സൗജന്യ മാർഗനിർദ്ദേശ ക്ലാസുകൾ നടത്തി. ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി എന്നിവയിൽ ഓഫീസറായി ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മത്സര പരീക്ഷകൾക്കുള്ള ക്ലാസുകളാണ് സംഘടിപ്പിച്ചത്. റിട്ടയേർഡ് മേജർ KP ജോസഫ് നേതൃത്വം നൽകി. എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, സാമൂഹിക പ്രവർത്തകൻ KC ഡേവിസ് എന്നിവരെ OSA സെക്രട്ടറി KA ഫരീദ് അലി ആദരിച്ചു. തീരദേശ ഹൈവേ നഷ്ടപരിഹാരം പരസ്യമായി പ്രഖ്യാപിക്കാതെ ഭൂമി പിടിച്ചെടുക്കുവാൻ അനുവദിക്കില്ലെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി പറഞ്ഞു. തീരദേശ ഹൈവേക്കുള്ള ഭൂമി അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോട് NK അക്ബർ MLA ആവശ്യപ്പെട്ടു. എന്നാൽ തീരദേശ ഹൈവേക്ക് ഭൂമി പോകുന്ന തീരദേശവാസികൾക്ക് നഷ്ടപരിഹാര തുക പരസ്യമായി പ്രഖ്യാപിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. ഒട്ടനവധി വീടുകളും ഉള്ള പ്രദേശത്തിലൂടെയാണ് തീരദേശ ഹൈവേ കടന്നുപോകുന്നത്. NH 66 വികസനത്തിനായി സ്ഥലം വിട്ടുകൊടുത്ത ഭൂവുടമകൾക്ക് നൽകിയ അതേ നഷ്ടപരിഹാരം തന്നെ തീരദേശവാസികൾക്ക് കൊടുക്കണമെന്നും C മുസ്താഖ് അലി ആവശ്യപ്പെട്ടു. ശതപൂർണിമയിലും ആരോഗ്യവതിയാണ് അച്ചമ്മു. ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഇവരുടെ 100ാം പിറന്നാൾ വീട്ടുകാർ കെങ്കേമമാക്കി. ഗുരുവായൂർ കോട്ടപ്പടി ചാത്തൻകാട് പരേതനായ ചേമ്പിൽ പറങ്ങോടന്റെ ഭാര്യയാണ് അച്ചമ്മു. 1 നൂറ്റാണ്ടിന്റെ ജീവിതാനുഭവ സമ്പത്ത് ആർക്കു മുന്നിൽ വിളമ്പാനും ഇവർ പിശുക്ക് കാട്ടാറില്ല. പല്ലുകളൊന്നും തന്നെ കൊഴിഞ്ഞിട്ടില്ലാത്ത ഇവർക്ക് കേൾവിശക്തിക്ക് കാര്യമായ തകരാറില്ല. ഇതുവരെ കണ്ണട ഉപയോഗിച്ചിട്ടില്ലാത്ത 100-കാരിയുടെ കാഴ്ചശക്തിയും അപാരമാണ്. അടുത്ത കാലം വരെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ പുതുതലമുറ ഇവരെ അതിനൊന്നും അനുവദിക്കാറില്ല. ഇക്കാലത്തിനിടയിൽ കാര്യമായ അസുഖങ്ങളൊന്നും പിടിപെട്ടിട്ടില്ലെന്ന് പറയുന്നു. കോവിഡ് മഹാമാരിയിൽ പേരമക്കൾ ഗുരുതരാവസ്ഥയിലായപ്പോഴും ഇവർ ആരോഗ്യവതിയായിരുന്നു. അലോപ്പതി ചികിത്സയോട് ഒട്ടും താല്പര്യമില്ല. ആയുർവേദ ചികിത്സയിലാണ് വിശ്വാസം. ആദ്യകാലത്ത് അരിഷ്ടങ്ങളും കഷായങ്ങളും സ്വന്തമായി തയ്യാറാക്കിയാണ് ഉപയോഗിച്ചിരുന്നത്. മൂത്ത സഹോദരി വല്യമ്മു 8 വർഷം മുൻപ് മരിക്കുമ്പോൾ 106 വയസ്സായിരുന്നു. മറ്റു സഹോദരങ്ങളും 100-നടുത്തെത്തിയിരുന്നു. ഭർത്താവ് 34 വർഷം മുൻപ് മരിച്ചു. മക്കളില്ലാത്ത ഇവർ ബന്ധുക്കളുടെ തണലിലാണ്. ഇവരെല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ച് 100ാം പിറന്നാൾ അവിസ്മരണീയമാക്കി. വീട്ടുമുറ്റത്ത് പന്തലിട്ട് 100 പേരുടെ സദ്യയോടെ ശതാബ്ദി പൊടിപൊടിച്ചു. TCV ഗുരുവായൂർ. കേരള വിഷൻ ഉപഭോക്താക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ചാനലുകളുടെ സംപ്രേഷണം ലഭിക്കുന്നതിനായി കേരള വിഷൻ എല്ലാ സെറ്റ് ഓഫ് ബോക്സുകളിലും ബുധനാഴ്ച പുലർച്ചെ ഓട്ടോ ട്യൂൺ നൽകിയിരുന്നു. ബോക്സ് ഓൺ ചെയ്താൽ 2 മിനിറ്റ് ഓട്ടോ ട്യൂൺ ആകും. ട്യൂണിംഗ് സമയത്ത് ബോക്സ് യാതൊരു കാരണവശാലും ഓഫ് ചെയ്യരുതെന്നും തുടർന്ന് സാധാരണ പോലെ ചാനലുകൾ ലഭ്യമാകുമെന്നും മാന്യ പ്രേക്ഷകർ സഹകരിക്കണമെന്നും കേരള വിഷൻ അറിയിച്ചു.
കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ പുല്ലൂറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സമരം നടത്തി. പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജി മുരളീധരൻ സമരം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് എ എം അബ്ദുൽ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി പി ഐ നിസാർ, വൈസ് പ്രസിഡന്റ് ടി എ നൌഷാദ്, സ്വതന്ത്ര കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി ഇ എസ് സഗീർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഏറ്റവും ബഹുമാനായ MLA ഇത് കാണുന്നില്ലേ, കണ്ടിട്ട് എന്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ലേ? കയ്പമംഗലത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ ചെളിങ്ങാട് അമ്പലനടയിലും കാക്കാത്തിരുത്തി പള്ളി വളവിലുമാണ് പൈപ്പ് പൊട്ടിയത്. ഒരാഴ്ചയോളമായി രണ്ടിടത്തും പൈപ്പ് പൊട്ടിയിട്ട് ഇതോടെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ CV സെന്ററിലും പള്ളിനടയിലും പൊട്ടിയിരുന്ന പൈപ്പ് നന്നാക്കിയിരുന്നു. പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി കരിയന്നൂരിൽ പൊട്ടിവീണ വൈദ്യുതി തൂൺ ശരിയാക്കാനെത്തിയ KSEB ജീവനക്കാരുടെ വാഹനം ചെളിയിൽ താഴ്ന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴലിയിൽ കരിയന്നൂരിൽ വൈദ്യുതി തൂണുകൾ തകർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു. രാത്രിയിൽ അറ്റകുറ്റപ്പണി നടത്താൻ എത്തിയപ്പോഴാണ് KSEBയുടെ മിനി ലോറിയുടെ ചക്രങ്ങൾ ചെളിയിൽ താഴ്ന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹനം ഉയർത്തിയെടുത്തത്. ആലപ്പാട് സെന്റർ മുതൽ കുടുംബാരോഗ്യ കേന്ദ്രം വരെ കാനയും കൾവർട്ടും നിർമ്മിക്കൽ, കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾക്കായി 25 ലക്ഷം രൂപ അനുവദിച്ചു. പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ റിപ്പയറിംഗ് ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത്. മഴവെള്ളം ഒഴുകിപ്പോകാതെ ആലപ്പാട് സെന്ററിലും പരിസരത്തും വെള്ളക്കെട്ട് പതിവാകുന്നതായി പരാതി ഉയർന്നിരുന്നു. തുടർന്ന് CC മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിൽ ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, പൊതുമരാമത്ത് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചതിനെ തുടർന്നാണ് വെള്ളക്കെട്ട് പരിഹരിക്കുവാനുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് ഫണ്ട് അനുവദിച്ചത്. പ്രൊഫസർ ഡോക്ടർ ജോർജ് മേനാച്ചേരിയുടെ സെന്റ് തോമസ് ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയ എന്ന വിജ്ഞാന ഗ്രന്ഥ പ്രസിദ്ധീകരണത്തിന്റെ 2 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. 1973 പുറത്തിറങ്ങിയ ഈ ഗ്രന്ഥം ക്രൈസ്തവ പുരാവസ്തു സംരക്ഷണത്തിന്റെ ആദ്യ കൃതിയാണ്. സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന സമ്മേളനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. മേഘാലയ മുൻ മന്ത്രി ജെയിംസ് സാങ്മ മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ ഡോക്ടർ മേനാശ്ശേരിക്ക് വീരശൃംഖല സമ്മാനിക്കും. സംഘാടക ഭാരവാഹികളായ പ്രൊഫസർ ജോൺ സിറിയക്, ഡോക്ടർ പുത്തെഴുത്ത് രാമചന്ദ്രൻ, പ്രൊഫസർ VA വർഗീസ്, ഡോക്ടർ ഇഗ്നീഷ്യസ് ആന്റണി, ബാബുജെ കവലക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് ടുഗദർ ഫോർ തൃശൂർ ക്യാമ്പയിന്റെ ഭാഗമായി ഭക്ഷ്യക്കിറ്റ് നൽകുന്നതിന്റെ വിതരണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സബ് കളക്ടർ അതുൽ സാഗർ, KSFE മാനേജിംഗ് ഡയറക്ടർ SK സനിൽ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഔഷധ സേവയും ആനയൂട്ട് ഈ മാസം 31-ാം തീയതി നടക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K സുദർശന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. കുട്ടഞ്ചേരി മൂസിന്റെ ഇല്ലത്ത് നിന്ന് കൊണ്ടുവരുന്ന ഔഷധം മുക്കുടി രൂപേണ നിവേദിച്ച് ഭക്തജനങ്ങൾക്ക് നൽകും. ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ പ്രേംരാജ് ചുണ്ടലാത്ത്, MP മുരളീധരൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ക്ഷേത്രം തന്ത്രി കിഴുമുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം താൽക്കാലിക ജീവനക്കാരുടെ കൺവെൻഷൻ CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വായനശാല ഹാളിൽ നടന്ന കൺവെൻഷനിൽ യൂണിയൻ സെക്രട്ടറി PD ഷാജി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് EA സന്ദീപ്, CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA, ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ്, ഏരിയ പ്രസിഡന്റ് KM അലി, KP വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കോടതിയുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്നത്തെ സ്വർണ്ണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ. വെള്ളി ഗ്രാമിന് 92 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3462 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ പ്രധാന കൗണ്ടർ പൊളിച്ച് 1 ലക്ഷം രൂപ കവർന്നു.
കരുവന്നൂർ വലിയ പാലത്തിൽ സുരക്ഷാവേലി സ്ഥാപിച്ചു തുടങ്ങി. വലിയ പാലത്തിന്റെ മുകളിൽ നിന്നും ചാടിയ ആത്മഹത്യകൾ പതിവായതിനെ തുടർന്നാണ് സുരക്ഷാവേലി സ്ഥാപിക്കുന്നത്. വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മുകളിലേക്ക് മരം വീണ് ഗർഭിണിയായ യുവതിക്ക് പരിക്കേറ്റു. 3 വയസ്സുള്ള കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുത്തൂർ പുത്തൻകാട് മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ നിരക്ക് പുതുക്കി. 1 ലിറ്റർ പാൽപ്പായസത്തിന് 200 രൂപയാക്കി. വടക്കാഞ്ചേരി വാഴക്കോട് നടുറോഡിൽ നിലയുറപ്പിച്ച് കാട്ടാന. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പടക്കം പൊട്ടിച്ചും തീപ്പന്തം കാണിച്ചും ആനയെ തുരത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.